ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യു സ്റ്റോക്സ്. നിങ്ങൾ ഓർക്കുമായിരിക്കും ഇന്ന് ഞാൻ എന്താ കിച്ചണിൽ വന്നേക്കുന്നത് കുക്കിംഗ് വീഡിയോ ചെയ്യാൻ പോവാണെന്നേ. കുക്കിംഗ് വീഡിയോ ഒന്നല്ല, ഇന്നും ബ്യൂട്ടി വ്ളോഗ് തന്നെ ചെയ്യുന്നത്. ഞാൻ ഇന്നൊരു ഹെയർ പാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആ പാക്ക് ടേബിളിലെല്ലാം ഒരുപാട് മെസ്സി ആയിട്ട് വൃത്തികേടാകും ടേബിൾ. അത് കാരണം ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ടേബിളിൽ പോയി ഇരുന്നതിന് ചേർന്നിരുന്നതിനെ അപ്ലൈ ചെയ്ത് കാണിക്കാം. ഇപ്പോ നമുക്ക് ഒരു 40 കഴിയുമ്പം ഹെയർ ഭയങ്കര ഒരു തിളക്കമില്ലാതെ മുടി അങ്ങ് മങ്ങി, പ്രത്യേകിച്ച് ഡൈ ഒക്കെ ഇടുമ്പോൾ മുടിയുടെ സ്ട്രക്ചറെ മാറി ഒരുമാതിരി തിക്നെസ് ആയി മുടിക്ക്. ഇല്ലെങ്കിൽ മുടി തീരെ ശോഷിച്ച പോലെ ആകും, ഉള്ളു തീരെ ഇല്ലാതെ പോകും. നെറ്റിയുടെ ഇവിടെ നിന്നെല്ലാം മുടി ഹെയർ ഫോൾ ആകും. അത് എനിക്കും കൂടെ ഉണ്ട്. ഞാനും ശ്രദ്ധിക്കാതൊക്കെ വിട്ട കാരണം എനിക്കും കൂടെ ഉണ്ട്. പിന്നെ തീരെ ഉള്ളില്ലായ്മ, നീളമില്ല കുറഞ്ഞു പോവുക, എക്സ്ട്രാ ഇച്ചിരി നീളം വെച്ചാൽ മുടി കൊഴിഞ്ഞു പോവുക, അങ്ങനെ ഒത്തിരി പ്രോബ്ലംസ് ഒരു ഏജ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് കുഞ്ഞു പിള്ളേർക്ക് മുതലേ ചെയ്യാവുന്ന ഒരു പാക്കാണ്. ചെറുപ്പം മുതലേ ചെയ്യാവുന്ന പാക്കാണ്. ഹെയറിന് നല്ല ന്യൂട്രീഷൻ കിട്ടുന്ന പോലുള്ള 2-3 ഐറ്റംസ് ചേർത്തുള്ള ഒരു പാക്കാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഇത് ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം വീതം ഒരു 2 മാസം നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുടി നല്ല ക്ലീനായി, നല്ല തിളക്കമുള്ള മുടി, നല്ല ഊർജമുള്ള, നല്ല ജീവൻ വെച്ച മുടി നമുക്ക് തിരിച്ചു കിട്ടും. നമ്മുടെ മുടിയുടെ പാടെ മാറി മുടിയുടെ മുക്കാൽ പ്രോബ്ലമും ഈ പാക്ക് കൊണ്ട് മാറും. അതുപോലെ അത്രയ്ക്ക്, അതായത് ഹെൽത്തി ഒരു പാക്കാണ് നമ്മൾ ഇടാൻ പോകുന്നത്. അതെന്താണെന്ന് ഞാനിപ്പോ കാണിക്കാം. ഓക്കെ, നമ്മളിപ്പോ ഇടാൻ പോകുന്നത് ഒരു 2 പീസ് അലോവേര. അതിനകത്ത് ജെല്ലെടുത്തോ. ഞങ്ങളുടെ അലോവേര ചെടി തീരെ കുഞ്ഞാണേ. അത് കാരണം കുറച്ചേ ഉള്ളൂ, ചെറിയ തണ്ടാ നമുക്കിപ്പോ കിട്ടുന്നത്. അതുകൊണ്ട് ഇങ്ങനെ, ഇല്ലെങ്കിൽ ഒരെണ്ണം മതി. ഇപ്പൊ ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വാഷ് ചെയ്തേക്കാം. ഇതിപ്പോ നമ്മള് ഒന്ന് വാഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. വാഷ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് ഒരു മുട്ട ഫുള്ളായിട്ട് അങ്ങ് എടുത്തോയെ. ഷാമ്പു ഇട്ട് തല വാഷ് ചെയ്യേണ്ടതാ, അതുകൊണ്ട് ഫുൾ എഗ് എടുത്തുക്കോ. പിന്നെ നല്ല 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് ഞാൻ എടുത്തേക്കുന്നത്. കാസ്റ്റർ ഓയിൽ എടുത്താലും വളരെ നല്ലതാ, ഇതിനെക്കാട്ടി നല്ലതായിരിക്കുമേ. ഇപ്പൊ നമ്മളിപ്പോ കോക്കനട്ട് ഓയിലാ ഉള്ളത്, അതാണ് എടുക്കുന്നത്. ഇത് നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അടിച്ചുകൊണ്ട് വരാം. ഇപ്പൊ ഞാനിത് അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഒരു ബൗളിനകത്തോട്ട് മാറ്റിയേക്കാം നമുക്കിത്. ഇപ്പൊ നമുക്കിത് തലയിൽ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ചേറയിൽ ഇങ്ങനെ അങ്ങോട്ട് ഇരുന്നുകൊണ്ട് നമുക്ക് തലയിൽ നല്ലത് തേച്ച് പിടിപ്പിക്കാം. ഇങ്ങനെ ചാരി കിടന്ന് വേറൊരാൾ മുടി വെളിയിലോട്ട് ഇട്ടുകൊണ്ട് വേറൊരാൾ തേച്ചാലും നല്ലതായിരിക്കും. വേറൊരാളെ നമുക്ക് തേച്ച് തരാനുണ്ടെങ്കിൽ അതും നല്ലതായിരിക്കും. ഇപ്പൊ എനിക്കിവിടെ ആരുമില്ല, അതുകൊണ്ട് ഞാൻ തന്നെ തേക്കുകയാണേ. ഇപ്പൊ നമുക്ക് തേക്കാൻ തുടങ്ങാം. ആദ്യം നമുക്ക് നമ്മുടെ ഡ്രസ്സിലൊക്കെ ആകാതെ ഒരു ടവൽ അങ്ങിടാവേ. ടവലിട്ടിട്ട് ഇത് കണ്ടോ, നല്ല ക്രീം പോലുണ്ട്. ഇച്ചിരി ലൂസായി, ഒരു മുട്ടയും ഓയിലും കുറച്ചും കൂടെ ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ക്രീമി ആയിട്ട് കിട്ടും. പക്ഷെ അതെനിക്ക് ഒരുപാടായിരിക്കുമല്ലോ, എനിക്ക് ഒത്തിരി ആവുമല്ലോ. അത് കാരണമാ നമ്മളിപ്പം കുറച്ചിട്ടത്. അന്നത്തെ ആ പാക്കിട്ട് തന്നെ എൻ്റെ മുടി ഇനിയിപ്പോഴും അതിന്റെ ഷൈനിങ് മാറിയിട്ടില്ല. നമ്മള് മുട്ടയും തൈരും കൂടെ ബീറ്റ് ചെയ്തിട്ടില്ലായിരുന്നോ? അത് അത്ര മുടിയെല്ലാം പഞ്ഞി പോലെ ഉണ്ട് ഇപ്പോഴും.
ഇപ്പൊ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം. അപ്പം കുറച്ചിങ്ങനെ എടുത്തിട്ട് തലയിൽ നല്ലതായിട്ട് അങ്ങ് തേച്ച് പിടിപ്പിക്കണേ. ഒട്ട സമൂലമാണ് നമ്മൾ എടുത്തേക്കുന്നത്. കണ്ടോ, ഞാൻ അന്ന് തന്നെത്താൻ ഡൈ ചെയ്തില്ലേ, അതാ മുടിയെല്ലാം നല്ല ആകും, എല്ലാം കറുപ്പല്ല, ഞാൻ എല്ലാം വെള്ളയാക്കിയിട്ടാണ് ഡൈ ചെയ്തത്. ഇതിന് സ്പെഷ്യലി വലിയ മാറ്റമൊന്നുമില്ല, നല്ല വെളിച്ചെണ്ണയുടെ മണം അതിനുള്ള. മുട്ടയുടെ സ്മെല്ലൊന്നും ഒട്ടുമില്ല. പക്ഷെ നമ്മൾ ഷാമ്പു ഇട്ട് കഴുകണം. എന്താന്ന് വെച്ചാൽ മുട്ടയുടെ മഞ്ഞയും നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ. തലയുടെ എല്ലാ ഭാഗത്തും നമ്മൾ പുരട്ടിയിട്ട് ഇനി നമ്മൾ കുറേശ്ശെ മുടി എടുത്ത് മുടിയെ പുരട്ടാം. മുടി ഇങ്ങനെ ആദ്യം രണ്ടായിട്ട് എടുക്കുക, പിന്നെ വേറെ ഒരു പാർട്ടും കൂടി എടുക്കുക. എടുത്തിട്ട് ഇത്ര ലൂസായിരിക്കുവേ. ഈ സൈഡ് എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ രണ്ട് പാർട്ടാക്കുക. രണ്ട് പാർട്ടാക്കിയിട്ട് എന്നിട്ട് നമ്മൾ ഇത് നന്നായിട്ട് അങ്ങ് കെട്ടിവെക്കാം. അങ്ങനെ കെട്ടിവെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് വാഷ് ചെയ്യാമേ. ഇങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ചെയ്തോണ്ട് ഒരു 2 മാസം ചെയ്യുമ്പോഴത്തേന് നിങ്ങളുടെ മുടി നല്ല നല്ല സിൽക്കി. 1 വാഷിൽ തന്നെ, ഫസ്റ്റ് വാഷിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നല്ല മുടി നല്ല സിൽക്കി ആയിരിക്കുന്നത്. ഒരു ആഴ്ചയിൽ ഒന്ന് വീതം ഒരു 2 മാസം ചെയ്യാമെങ്കിൽ നമ്മുടെ പൊഴിഞ്ഞു പോയ മുടികളൊക്കെ വീണ്ടും വരും. മുടിക്ക് നല്ല ഉള്ളുണ്ടാകും. മുടി കാണാൻ നല്ല ഭംഗിയാകും. ചിലരുടെ മുടി കാണത്തില്ല, ഒരു ജീവനില്ലാത്ത മുടി പോലെ ഉണ്ടാവില്ലേ, ഒന്നും ചെയ്യാതിരിക്കും, മുടിക്ക് ഒരു ന്യൂട്രീഷനും ഇല്ലാത്ത അങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ്. എനിക്കാണെങ്കിൽ തൈറോയിഡും ഒക്കെ ഉള്ളതാ, എങ്കിലും ഞാൻ കുറച്ചെങ്കിലും ഒക്കെ കെയർ ചെയ്യുന്നതുകൊണ്ടാണ് എൻ്റെ സ്കിന്നും എൻ്റെ ഹെയറും ഒക്കെ ഇത്രയും നന്നായിട്ടിരിക്കുന്നത്. കുറച്ചെങ്കിലും നമ്മൾ ഒരു കെയർ എടുക്കണം നമ്മുടെ മുടിക്കൊക്കെ. മുടിയാണ് സൗന്ദര്യം. മുടിയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനാണെങ്കിൽ എനിക്ക് ഒത്തിരി നീളമുള്ള മുടിയായിരുന്നു ആദ്യമൊക്കെ. പിന്നെ ഞാൻ ഹെയർ കട്ട് ചെയ്ത് ഇപ്പൊ ഇങ്ങനെ ആക്കിയ മുടിയെ, അല്ലെങ്കിൽ ഇനിയും നീളം ഉണ്ടായിരുന്നു മുടിക്ക്. ഹെയർ കട്ടൊക്കെ ഫാഷൻ മാറി ഹെയർ കട്ടൊക്കെ ചെയ്ത് പിന്നെ ഇപ്പൊ വീണ്ടും ഒന്ന് വളർത്തണമെന്നൊക്കെ ഒരു ആശ വന്നപ്പോഴാണ് ഇപ്പൊ പിന്നെയും വളർത്താൻ തുടങ്ങിയേക്കുന്നത്. നമ്മൾ കളർ ചെയ്യുന്ന ഹെയർ, ഡൈ ചെയ്യുന്ന ഹെയറൊക്കെ കെമിക്കലൊക്കെ മുടിയിൽ തേച്ച് മുടിയുടെ ഒരു സ്വാഭാവികത നഷ്ടപ്പെട്ടിട്ട് അതിന് അതിന്റെ കളറും മാറി ഒരു പറപറാന്ന്, ചില മുടികളൊക്കെ കണ്ട ഒരു പറപറാന്നിരിക്കും മുടി കാണാന്, ഒതുങ്ങത്തുമില്ല, ഒരുമാതിരി ഉണ്ടാകും. അങ്ങനെയുള്ള മുടിക്കൊക്കെ ഇങ്ങനെ ഈ പാക്ക് നിങ്ങൾ ചെയ്ത് നോക്ക്. നല്ല നീറ്റായ മുടി, ഒരു കെട്ട് വീഴത്തില്ല മുടി. പിന്നെ കുറച്ച് നാളത്തേക്കിന് നമ്മൾ ചെയ്തോണ്ടിരിക്കണം. ഇതൊന്നും ഒരിക്കൽ ചെയ്തിട്ട് ഒറ്റമൂലിയൊന്നുമല്ല, ഒരിക്കൽ ചെയ്തിട്ട് ലൈഫ് ലോങ് ഇങ്ങനെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. നമ്മൾ റെഗുലർ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മുടെ സ്കിന്നിനും നമ്മുടെ ഹെയറിനും ഒക്കെ വേണ്ടുന്ന പ്രോട്ടീനും ന്യൂട്രീഷ്യൻസും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കണം. മുട്ടയിലാണെങ്കിലും അലോവേരയിലാണെങ്കിലും ഒക്കെ ഒത്തിരി അമിനോ ആസിഡ്സും അതും ഒക്കെ ഉള്ളതാണ്. ഒരുപാട് നമുക്ക് ബോഡിക്കും
ഹെയറിനും സ്കിന്നിനും ഒക്കെ വേണ്ടുന്ന ഒരുപാട് കണ്ടന്റുകൾ ഉള്ള ഒരു സാധനമാണ് അത്. അതൊക്കെ നമ്മുടെ ചുറ്റുമുള്ളതാണ്. ഇതൊക്കെ നമ്മൾ പാർലറിൽ പോവുകയും കാശ് കൊടുക്കുകയൊന്നും വേണ്ട, ചുമ്മാ നമ്മുടെ ചുറ്റും ഇങ്ങനെ ചുമ്മാ കിടക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ഞാനിപ്പോ കാണിച്ച സാധനങ്ങളെല്ലാം നമുക്ക് ചുമ്മാ നമ്മുടെ വീടിന് ചുറ്റുമുള്ളതാ. നമ്മൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കഞ്ഞിവെള്ളത്തിൽ തലയിൽ കൂടെ കഴിയാൻ പിന്നെ പറയേ വേണ്ട, അത്ര സൂപ്പർ ആയിരിക്കും. ഇച്ചിരി കഞ്ഞിവെള്ളം എടുത്ത് ഒരു കപ്പ്, ഒരു മഗ് കഞ്ഞിവെള്ളം എടുത്തിട്ട് അത് നല്ല ലൈറ്റ് ആക്കിയിട്ട് അതിൽ വാഷ് ചെയ്ത് നോക്ക്, മുടി സൂപ്പർ ആയിരിക്കും. അങ്ങനെ ഓരോരോ ടിപ്പുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. വാഷ് ചെയ്തിട്ട് ഞാൻ കാണിക്കാം. ഓക്കെ, എന്റെ മുടി വാഷ് ചെയ്തിട്ട് വന്നേ കണ്ടോ? കണ്ടോ, നല്ല പട്ട് പോലത്തെ മുടി. ചീകിയില്ല, ചീയ ഇനി നല്ല സൂപ്പറായിട്ട് കിടക്കും. ചീകി കാണിക്കാമേ. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ മുട്ടയും അലോവേരയും ഓയിലും ചേർന്നുള്ള ഹെയർ മാസ്ക്? ഇത് സ്കാൽപ്പിനും നല്ലതാ. സ്കാൽപ്പിന്റെ ചൊറിച്ചില്, പിന്നെ ഡ്രൈനെസ്, സ്കാൽപ്പിന്റെ ചൊറിച്ചില് ഡ്രൈനെസ് ഒക്കെ മാറി നല്ല തലയുടെ പിന്നെ ഓട്ടിയൊക്കെ നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് ഫീൽ ചെയ്യും. അതേപോലെ മുടി ചീയപ്പോ കണ്ടില്ലേ, അങ്ങനെ പോരുമല്ലേ മുടി, ഒട്ടും ചെടയോടൊക്കെ ഒന്നുമില്ലാതെ മുടി നല്ല പഞ്ഞി പോലെ കിടക്കും. മുടി കാണാൻ തന്നെ, കാണുന്നതിലും ഇങ്ങനെ തൊടുമ്പോഴാണ് നല്ല ഒരു സിൽക്കിനകത്തൂടെ കൈ പോകുന്ന പോലെ ഉണ്ടാവും. നമ്മുടെ സിൽക്ക് നൂലിനകത്തൂടെ കൈ പോകുന്ന പോലെ ഒരു ഫീലിംഗാ മുടിക്കകത്തൂടെ ഇങ്ങനെ വിരൽ ഓടിക്കുമ്പോ. അപ്പം ഹെയർ പ്രോബ്ലം ഉള്ളവരൊക്കെ, ഹെയർ ഫോളിങ് ഉള്ളവരൊക്കെ, ഹെയർ ഇച്ചിങ് ഉള്ളവരൊക്കെ, ഹെയറിന്റെ ഡ്രൈനെസ് ഉള്ളവരൊക്കെ, റെഗുലർ ഡൈ ചെയ്യുന്നവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള പാക്കുകളൊക്കെ യൂസ് ചെയ്യുക. ഇനിയും ഞാൻ ഇതുപോലെ നല്ല നല്ല പാക്കുകളുമായിട്ട് വരുന്നതായിരിക്കും. അപ്പം ഓക്കെ, ബൈ, സീ യു.